ഇതൊരു ടെലിഫോൺ എക്സ്ചേഞ്ചാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കേട്ടോ ഈ ഗ്രാമത്തിൽ. ഇതാണ് ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ. വർക്ക് നടക്കുന്നുണ്ട്. ടെമ്പിൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമസ്കാരം, ടാക്സിക്കാരൻ ബോസിൻ്റെ പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് ഉള്ള ബദിയടുക്ക എന്ന് പറയുന്ന സ്ഥലമാണ്. കാസർഗോഡ് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള ഒരു വില്ലേജാണ്. വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ റോഡൊക്കെ വന്ന് വലിയ വികസനമൊക്കെ ആയതുകൊണ്ട് വില്ലേജ് മാറി ഇപ്പോൾ ഒരു പട്ടണമായി. ബദിയടുക്ക എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ്, പക്ഷേ അവിടെ ഒരുപാട് രസകരമായ കാഴ്ചകളുണ്ട്. നല്ല മതസൗഹാർദ്ദ അന്തരീക്ഷമുള്ള സ്ഥലമാണ്. കാരണം ഒരു മാർക്കറ്റാണ് കേട്ടോ. എൻ്റെ പിന്നിൽ കാണുന്ന ഒരു വലിയ മാർക്കറ്റ്, റോഡ് സൈഡിൽ തന്നെ വലിയൊരു മാർക്കറ്റാണ്. അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം, അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ. ഇതൊരു ഹൈവേ റോഡാണ്. ഹൈവേ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ മാർക്കറ്റും ഇവിടെ ഉള്ളത്. ഇതുകൊണ്ട് ഭയങ്കര രസമുള്ള മാർക്കറ്റാണ്. നമുക്ക് ആ മാർക്കറ്റിനകത്തേക്ക് പോകാം. ഇവിടെ കണ്ട് നല്ല ഫ്രഷ് മുന്തിരിയൊക്കെ ഉണ്ട്. ചേട്ടാ, മുന്തിരി എന്താ വിലയാ? 2 കിലോ മുന്തിരി 200 കണ്ടോ. നല്ല അടിപൊളി അരി കുറഞ്ഞ മുന്തിരി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ഉണക്കമീനുണ്ട് കണ്ടോ, ഇഷ്ടം പോലെ. ചേട്ടാ, ഈ ഉണക്കമീൻ എവിടെ നിന്ന് വരുന്ന? ഈ ഉണക്കമീൻ ഗുജറാത്തിൽ നിന്ന്? തമിഴ്നാടല്ല, ഇത് ഗുജറാത്തിലെ കേട്ടോ. നല്ല ഫ്രഷ് സാധനം. ആ, അതായത് ഗുജറാത്തിൻ്റെ, തമിഴ്നാടല്ല കേട്ടോ. അപ്പം തമിഴ്നാട്ടിൻ്റെ നല്ല കായിക അറിയാണ്ട് നല്ല ഏത്തക്കയൊക്കെ ഇരിക്കുന്നുണ്ടോ, നല്ല ഏത്തപ്പഴം. റോഡ് സൈഡിലാണ്, അതായത് എന്ന് പറഞ്ഞാൽ ഇത് ഹൈവേ റോഡ് സൈഡാണ് കേട്ടോ. ഏത്തക്ക 3 കിലോ ഏത്തക്ക 100 കേട്ടോ. 3 കിലോ. ഇത് എവിടെ നിന്ന് വരുന്ന? ഇത് വയനാട്. വയനാട്. ആ, ഇത് വയനാട് കേട്ടോ. വയനാട് നല്ല കായല്ലയോ? വയനാട് നല്ല കായാണോ? നല്ല ഏത്തപ്പഴല്ലേ? അപ്പം ഇങ്ങനെ ഇതെല്ലാം ഉണ്ട്. പച്ചമാങ്ങയൊക്കെ ശരിക്കുണ്ട്. 2 കിലോ 100. എടാ, ഇത് എത്ര കിലോ? കിലോ എത്ര? 120. ഇത് ഇവിടുന്ന് പറിക്കുന്നതാണോ? ഇരിട്ടി. ഈ മാങ്ങയുടെ പേരെന്തുവാ? മൂവാണ്ടൻ മാങ്ങ. നാടൻ മാങ്ങ നല്ല ചുരക്ക് കണ്ടോ. ഇതേ കണ്ടോ, ഭയങ്കര രസമുള്ള കൃഷിയാട്ടോ. അതുകൊണ്ടോ ഇതെല്ലാവരും പറക്കി എടുക്കുകയാണ്. ഓറഞ്ച്, മുന്തിരി. ഇതൊരു ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. 2 കിലോ. 2 കിലോ ആണ് 100 കൊടുക്കുന്നത്. 100 രൂപ 2 കിലോ. കിലോ 50 രൂപ. രസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊരു ടൗണിലെ സ്ഥിതിയാണ്. ടൗണിലാണ് മാർക്കറ്റ് വരുന്നത്. നമുക്ക് ആ മാർക്കറ്റിനകത്തൊന്ന് കയറി നോക്കാം. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് വരുന്നത് കേട്ടോ. മാർക്കറ്റ് ഇത് കർണാടകയുമായിട്ട് ടച്ചാകുന്നൊരു സ്ഥലമാണ്. കർണാടകയിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് കർണാടക ടച്ച് വരുമ്പോൾ മലയാളവും കന്നഡയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് അവിടെ കൂടുതലും കേട്ടോ. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ಯಾರಿಗುಂಟು ಯಾರಿಗಿಲ್ಲ, ಆದರೆ ಇಂಥ ಸದಾವಕಾಶ, ಇಂಥ ಚಾನ್ಸು ಮತ್ತೆ ಸಿಗಲ್ಲ. ಬೇಗ ಬನ್ನಿ. 100 ರೂಪಾಯಿಗೆ 3 ಬನ್ನಿ. ഇതാണ് ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ.
ഇതൊരു ടെലഫോൺ അച്ഛനെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കേട്ടോ ഈ ഗ്രാമത്തിൽ. ಯಾರಿಗಿಲ್ಲ. ಆದರೆ ಇಂಥ ಸದಾವಕಾಶ, ಇಂಥ ಚಾನ್ಸು ಮತ್ತೆ ಮತ್ತೆ ಸಿಗಲ್ಲ. ಬೇಗ ಬೇಗ ಬನ್ನಿ, ನಮ್ಮ ಗಾಡಿ ಸ್ವಲ್ಪ ಸಮಯ ಇಲ್ಲಿರುತ್ತೆ. ಬನ್ನಿ ಸರ್, ಬನ್ನಿಣ, ಬನ್ನಿ ಸ್ವಾಮಿ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള ഒരു പള്ളിയിലാണ്. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും മാലിക് ദീനാർ എന്ന് പറയും. 1400 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് വന്ന സഹാബികൾ ആണ് ഒരു 16 സഹാബത്ത് വന്നെന്നാണ് ഔദ്യോഗികമായിട്ട് പറയുന്നത്. അപ്പം അതിൽപ്പെട്ട ഏറ്റവും പ്രമുഖൻ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥലം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഭംഗിയും അവിടുത്തെ കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടുവരാം. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കൂട്ടരും വന്നപ്പോൾ ഒരു പായ്ക്കപ്പലിലാണ് അവർ ഈ നാട്ടിലേക്ക് വന്നത് കേട്ടോ. ഇവിടെ നമ്മൾ പള്ളിയുടെ അടുത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ പുഴയും കടലൊക്കെ ഒന്നിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടുത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ചേരമാൻ പെരുമാൾ എന്ന രാജാവ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി കൊടുത്ത സ്ഥലമാണ്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവും കൂട്ടരും കേരളത്തേക്ക് വന്നപ്പോൾ ആനയിച്ചത് ചേരമാൻ പെരുമാൾ മഹാരാജാവായിരുന്നു. ഇക്കാലത്ത് ചേരമാൻ പെരുമാൾ മഹാരാജാവ് മുസ്ലിം മതം സ്വീകരിക്കുകയും അദ്ദേഹം ഒമാനിലെ സലാലയിൽ വെച്ച് അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. ഇവിടെയാണ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമ സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിലാണ് അദ്ദേഹം ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന പള്ളിയാണ് ഇത്. ഇപ്പോഴും ഈ പള്ളി അതിൻ്റെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ സംരക്ഷിച്ചിരിക്കുകയാണ്. തൊട്ടടുത്തായി തന്നെ പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നുണ്ട്. ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയാൽ ഒരുപാട് സവിശേഷതകളുണ്ട്. കാരണം മുഴുവനും ഇത് തടിയിൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ നിർമ്മിതി മുഴുവൻ തടിയാണ്. ഒരു കൊട്ടാരത്തിൻ്റെ ശില്പകലയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ? കാസർഗോഡിൻ്റെ മറ്റൊരു ഭംഗിയാണ് ബേക്കൽ കോട്ട. ബേക്കൽ കോട്ടയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ബേക്കൽ കോട്ട. കാരണം ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു കോട്ടയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. കാരണം അത്രമാത്രം ക്രിയേറ്റിവിറ്റി ആയിട്ടാണ് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ്. ചരിത്രത്തിൽ എക്കാലവും നിലനിൽക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ ബേക്കൽ കോട്ട. പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ ബേക്കൽ കോട്ട പ്രവർത്തിക്കുന്നത്. ചെറിയ ഫീസ് മാത്രമേ ഉള്ളിനകത്ത് കയറാം. പക്ഷേ എങ്കിലും നമ്മൾ മിസ് ചെയ്യാതെ ഒന്ന് കാണേണ്ടതാണ്. ഇത് ആ കോട്ടയിൽ അന്ന് ഈ വലിയൊരു കുളമാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ കുതിരകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. കോട്ടയുടെ അകത്തേക്ക് കയറുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ശ്രീ മുഖ്യപ്രാണ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. അതിനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വലിയൊരു കിണർ കേട്ടോ, വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ വിശാലമായി തന്നെ എല്ലാം ഈ കോട്ടയുടെ മുഴുവൻ ഭാഗവും കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ
എന്തായാലും ചുറ്റുവട്ടം കംപ്ലീറ്റ് നോക്കുമ്പോൾ ഏകദേശം ഒരുപാട് കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് ഈ ഹൈറ്റിൽ വന്നു നിന്നാൽ കാണാൻ പറ്റും. എട്ട് മണി മുതൽ 6 മണി വരെയാണ് അലോഡ് ഉള്ളത്. പിന്നെ ക്യാമറ സ്റ്റാൻഡുമായി വന്നാൽ അലോഡില്ല. ക്യാമറ ട്രൈബോർഡൊന്നും വന്ന് കൊണ്ടുവന്നാൽ അലോഡില്ല. അതിന് പ്രത്യേക പെർമിഷൻ എടുക്കണമെങ്കിൽ 500 രൂപ ഫൈനാണ്. പിന്നെ അല്ലാതെ ക്യാമറ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ടിക്കറ്റ് ചാർജ് വെറും 25 രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. പിന്നെ നമ്മുടെ ലഗേജ് ഒക്കെ കൊണ്ടുവച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലം വെറും 2 രൂപ കൊടുത്താൽ നമുക്ക് ലഗേജ് അവിടെ സൂക്ഷിക്കാൻ പറ്റും. സാറേ പേരെന്താ സാറേ? പേര് അശോകൻ. സാറിന്റെ പേര്? സാറേ ഉപേന്ദ്രൻ എന്ന് പറഞ്ഞു സാറേ. സാർ നിങ്ങളല്ലേ ഇവിടുത്തെ പുലികൾ? ഇവർ 4 പേര് അവിടുത്തെ പുലികൾ കേട്ടോ. വെറും 4 പേര് കൊണ്ടാണ് ഇത്രയും ആൾക്കാരെ ഇവിടെ ഇറക്കി വിട്ടത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇതിന്റെ പല ഭാഗത്തും ഇത്രയും എത്ര ഏക്കർ ഉണ്ട് സാറേ? 40 ഏക്കറിനകത്ത് ഉള്ള സ്ഥലത്ത് ഇവർ ഈ 4 സെക്യൂരിറ്റിമാർ 4 പേര് കൊണ്ടിട്ട് ടക്ക പറയുമ്പോൾ ആളെ മൊത്തം പുറത്തിറക്കി. 6 മണിയായപ്പോൾ കറക്റ്റ് പുറത്തിറക്കി. 5:48 ഫിസൈഡ് തുടങ്ങി. 6 മണിയായപ്പോൾ ഈ 40 ഏക്കറിലുള്ള എല്ലാവരെയും പുറത്തിറക്കി. സാറേ സമ്മതിച്ചു. എക്സ് മിലിറ്ററിയാ, അതുകൊണ്ട് അതാ പരിപാടി. ആ ഫെസിലിയൊക്കെ നമുക്ക് അറിയാം എന്താ സംഭവം. അപ്പം നമ്മൾ ഈ ഗേറ്റിൻ്റെ അകത്തൂടെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ പണി കഴിഞ്ഞു. അപ്പം വീട പറയാൻ പോവുകയാണ് ഇതിനകത്ത്. അപ്പം ഷാർപ്പ് 6 മണിക്ക് ഗേറ്റും പൂട്ടി കേട്ടോ. അപ്പം തീർച്ചയായിട്ടും വരുന്നവർ മിസ് ചെയ്യാതെ ഈ കോട്ടയുടെ ഫുൾ പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റില്ല. കാരണം 1 മണിക്കൂറൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. ഒരു 2-2.5 മണിക്കൂറെങ്കിലും കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റും. ആദ്യമൊക്കെ ഇത് ഈ കുറേ കാലത്തിന് മുമ്പൊക്കെ ഇത് വളരെ മോശമായി കിടന്ന ഏകദേശം ഈ പുരാവസ്തു ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത്രയും ഡെവലപ്പ് ആക്കിയിട്ടുള്ളത്. ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും കാസർഗോഡ് വന്നാൽ നിങ്ങളെല്ലാവരും തന്നെ ഇത് കാണാൻ മറക്കരുത്. അപ്പം അതുപോലെ കാസർഗോഡുള്ള വിശേഷങ്ങളൊക്കെ അവസാനിച്ചു തരണം. അപ്പം പുതിയ വിശേഷങ്ങൾ ഇനി ഒരുപാട് കാണാനുണ്ടെങ്കിൽ തന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.